ആങ്സൈറ്റി. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരെയും പറയുന്ന ഒരു പേരാണ്. ഓ, എനിക്ക് ആങ്സൈറ്റി ഉണ്ട്, എനിക്ക് ഡിപ്രഷനുണ്ട്. പക്ഷെ ആക്ച്വലി ഇവർക്ക് ആർക്കും ഇതിനെപ്പറ്റി ധാരണയില്ല. അതുകൊണ്ടാണ് ഈ വേർഡ് ഇപ്പോൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. ആങ്സൈറ്റി എന്നുള്ളത് നെർവസ്നെസ്സോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഉണ്ടാവുന്ന ഭയമോ ഒന്നും അല്ല. അല്ലെ, കുട്ടികൾ എക്സാം ഉണ്ടാവുമ്പോഴോ എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ് എന്ന് പറയും. അതൊന്നുമല്ല. ഇതെന്ന് പറയുന്ന ഒരു ടെമ്പററി സിറ്റുവേഷൻ ഒന്നുമല്ല. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് മനസ്സിന്റെ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് സെറ്റിൽഡ് ഇമോഷൻസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. ഈ ആങ്സൈറ്റി കൊണ്ട് നമുക്ക് എപ്പോഴും ഓവർ തിങ്കിങ് ഉണ്ടാവാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണങ്ങളാൽ, അതിനെ നമ്മൾ ട്രിഗർ എന്ന് പറയും, ഈ ആങ്സൈറ്റി നമുക്ക് ഉണ്ടാവുന്നു. അത് ചിലപ്പോൾ ഒന്ന് പുറത്തു പോകുന്നതിലാവാം, അതല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നതിലാവാം. അങ്ങനത്തേക്കുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റാതെ വരുന്നു. പരിധി കഴിയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മനസ്സിലൊരു വല്ലായ്മ തോന്നുന്നു, എൻ്റെ മനസ്സിന് ഒരു നെഞ്ചെടുപ്പും ഒരു പകപ്പൊക്കെ തോന്നുന്നു. അത് നമ്മൾ വേറെ ഒന്നും മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ കൂടുതലും ഇതിനെ നോക്കിക്കാണേണ്ടത് അത് ഉത്കണ്ഠയാവാം, അതല്ലെങ്കിൽ അതിനെ ആങ്സൈറ്റി എന്ന് പറയുന്നു. അല്ലെ, ആ മനസ്സിൻ്റെ ആ ഒരു അവസ്ഥ നാളുകളായിട്ടുണ്ട്. അത് കാരണവശാൽ നമുക്ക് ഉറക്കമില്ല, അതല്ലെങ്കിൽ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഒരു ആരോഗ്യ വിദഗ്ധനെയോ അതല്ലെങ്കിൽ ഒരു കൗൺസിലറെയോ അല്ലെങ്കിൽ യോഗ, ആയുർവേദം പോലത്തുള്ള ഓരോ ഹോളിസ്റ്റിക് മെത്തേഡ്സ് നമ്മൾ ചെയ്യേണ്ടതാണ്.